ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 3 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് 6 കിലോമീറ്ററുമാണ് ഈ കാണുന്ന വില്ല പ്രൊജക്റ്റിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇടപ്പള്ളിക്ക് 11 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ കൊണ്ട് ഈസി ആയിട്ട് എത്താവുന്നതാണ്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ചുറ്റിനും നിറയെ വില്ലകൾ സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. അതിനകത്ത് ഒരു വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പല ബഡ്ജറ്റിലുള്ള വില്ലകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഈ കാണുന്ന വീടിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് നിങ്ങൾ കേട്ടു. അതുകൂടാതെ നമുക്കിവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഒരു 500 മീറ്റർ ചുറ്റളവിലുണ്ട്. നല്ല സ്കൂളുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 300 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഒക്കെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ കാണാം ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് ബാക്കി വരുന്ന പോർഷൻസിലൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒട്ടിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈൻ ആണ്. ലേസർ കട്ട് ഡിസൈൻ വരുന്നുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് നമുക്ക് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ച് തന്നെ നല്ല ഹെവി ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ ബോക്സി ഷേപ്പ് ആണ്. ഒരുപാട് ജാളി വർക്കുകൾ വരുന്നുണ്ട്. ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ ടോപ്പ് പോർഷനിലൊക്കെ വരുന്നുണ്ട്. ബാൽക്കണി ഭാഗത്ത് നോക്കിയാൽ PVC പാനലിംഗ് ആണ്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഭംഗിയുള്ള ഷോ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നമ്മളിപ്പോ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ പോലും ഭംഗിയായിട്ടാണ് വരുന്നത്. ആ ഭാഗത്തൊക്കെ നമുക്ക് ബാൽക്കണി കാണാം. നല്ലൊരു ഓപ്പൺ സ്പേസിലാണ് ഈ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഏരിയയിലാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ്. ഹാഫ് അല്ല, കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടാണ് കാർപോർച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇടുന്ന ഒന്നാമത്തെ കാർ കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന കവേർഡ് പോർച്ചിന്റെ റൂഫിൽ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് പോർച്ച് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് LED ബൾബുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 2 കാറുകൾ പാർക്ക് ചെയ്യാം. 2 വീലേഴ്സ് വെക്കാനായിട്ടും സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. വടക്ക് കിഴക്ക് ഭാഗത്ത് നല്ല രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. ആഴത്തിലുള്ള കിണറാണ്. നല്ല വെള്ളമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓപ്ഷനായിട്ട് നമുക്ക് ഇവിടെ KWയുടെ കണക്ഷൻസ് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കണക്ഷൻ മാത്രമാണ് ഇത് നമുക്ക് കിട്ടാനുള്ളത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസും കിണറും ഒക്കെ കണ്ടു. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യുന്ന സ്പേസിന്റെ ആ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് അവിടെ ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ചെടിച്ചട്ടികളൊക്കെ നമുക്ക് അവിടെ എടുത്തു വെക്കാനും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല വിട്ടിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള വില്ല പ്രൊജക്ടുകളിലെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷൻ ആണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. താഴെയുള്ള ആ ടാങ്കിലേക്ക് പോയി സ്റ്റോർ ആയിട്ട് ബാക്ടീരിയാസ് അതിനെ നശിപ്പിച്ച് ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ പില്ലറും കാർപോർച്ചിന്റെ പില്ലറും നോക്കിയാൽ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും റെഡും കൂടിയ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല ഭംഗിയായിട്ട് ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ്.
അതിനകത്ത് വൈറ്റ് ഡിസൈനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ കയറി വന്നു കഴിയുമ്പോൾ മെയിൻ ഡോറിന് അടുത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. മൂന്നും 4 വിൻഡോസ് ആണ്. താഴെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലും മുകളിൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ നമുക്ക് 2 സിംഗിൾ വിൻഡോസും കിട്ടുന്നുണ്ട്. ഡോർ തുറക്കുമ്പോൾ നേരെ കാണാൻ പറ്റുന്നത് TV യൂണിറ്റ് ആണ്. ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് TV വെക്കാനുള്ള ബോർഡ് വൈറ്റ് കളറിലാണ്. 2 സൈഡിലും ഓപ്പൺ ഷെൽഫുകൾ കാണാം. അതിനകത്ത് മുകളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് LED ചെറിയ ബൾബുകളും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വന്നിട്ട് ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളൊക്കെ വെച്ചിട്ടുള്ള ധാരാളം കബോർഡുകളും കിട്ടുന്നുണ്ട്. റൂഫിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോ ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സൈഡുകളിലൊക്കെ നോക്കിയാൽ കാണാം വലിയ LED ബൾബുകളും മിഡിൽ പോർഷനിലൊക്കെ ചെറിയ ബൾബുകളും അതുപോലെ LED സ്ട്രിപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി നേരെ പോകേണ്ടത് ആ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അതിനു മുമ്പ് നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് നമുക്കൊരു ഗ്യാപ്പ് പോലെ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം മൾട്ടിവുഡ് ചെയ്തിട്ട് ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസ് വരുന്നുണ്ട്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ വിൻഡോയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ പറ്റുന്നുണ്ട്. മിറർ കൂടെ നമുക്ക് അവിടെ ഇനി ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. മുകളിൽ 2 ചെറിയ LED ബൾബുകളും 2 ഡ്രോസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡും വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ സ്പോട്ട് ലൈറ്റുകളും വലിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡ് തന്നെ ലൈറ്റും ഡാർക്കും വരുന്ന കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമുക്കിനി ഡൈനിങ് സ്പേസ് ആണ് കാണേണ്ടത്. ഡൈനിങ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് വെച്ചിരിക്കുന്നത്. ഹാൻഡ് ടൈൽസും വുഡൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ അയൺ ബാർഡറെല്ലാം നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് നല്ല മാച്ചിങ് ആയിട്ടാണ് ഫുൾ ആയിട്ട് മുകൾ വശം വരെ കവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതിന്റെ തൊട്ട് താഴെയുള്ള സ്പേസ് നോക്കുവാണെങ്കിലും അവിടെയും കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. നല്ല ഡിസൈനിലൊക്കെയാണ്. ഓപ്പൺ സ്പേസുകൾ വരുന്നുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള വലിയ 2 ഡോറുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫാമിലിയിലുള്ള 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. ഇവിടത്തേക്കുള്ള എയർ സർക്കുലേഷൻ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി വിൻഡോസ് കൂടാതെ നമുക്ക് ഈ മിഡിൽ പോർഷൻ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുമ്പോൾ നമുക്കൊരു ചെറിയ പാഷീവ് ഏരിയ ആണെന്ന് ഇതിനെ പറയാം. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആണ്. ഈ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ടാണ് മുൻവശത്തൊക്കെ കവർ ചെയ്തിട്ട് ഇവിടെ എല്ലാം തന്നെ ടെക്സ്ചർ വർക്ക് ചെയ്ത് നിറയെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഡോറും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കുറച്ചു മുമ്പ് സ്റ്റെപ്പിന്റെ ആ ഒരു ഭാഗം കണ്ടിരുന്നു. അതിനടുത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലുള്ള ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത സൈഡ് നോക്കുവാണെങ്കിൽ കാണാം നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോർ ആണ്. താഴെയൊക്കെ ഡ്രോസും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നിറയെ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കണ്ടത് കൂടാതെ ഈ ഭാഗത്തായിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ക്രോക്കറി ഷെൽഫ് ഇങ്ങനെ ഗ്ലാസ് ഡോറൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലും താഴെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ഡയമണ്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റ് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിറയെ PVC പാനലിംഗ് ചെയ്തിട്ട് ഷോ ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പാനലിംഗ് വർക്കുകളും ഫാനും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ PVC പാനലിംഗ് കൊണ്ട്
ചെറിയ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ നേരെ എൻട്രി ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. പ്യൂർ പ്ലെയിൻസിന്റെ ഒരു ചിമ്മണി നിങ്ങൾക്ക് അവിടെ കാണാം. അതുകൂടാതെ നമ്മുടെ ഷെൽഫുകളെല്ലാം വെച്ചിരിക്കുന്ന ഏരിയയുടെ ഇടയ്ക്കൊക്കെ നോക്കിയാൽ വുഡൻ ആയിട്ടുള്ള ക്യാബിനുകൾ വെച്ചിട്ടുണ്ട്. നിറയെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് 2 സൈഡിലായിട്ട് 2 വിൻഡോസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് ആൻഡ് പൈപ്പ് കണക്ഷൻ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രാനൈറ്റ് ഒക്കെ വന്ന് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലായിട്ടാണ് കിച്ചന്റെ ടോപ്പ് സ്പേസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. ഈ ഭാഗത്തുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കുറച്ച് മുമ്പ് നമ്മളൊരു പാഷ് ഏരിയ കണ്ടിരുന്നു, അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് വർക്ക് ഏരിയയും വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മുകളിലും റൂഫും എല്ലാം കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്തിട്ട് വിൻഡോയും ഡോറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും കൂടെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരുന്ന വഴിയകം ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറിൽ ഡിസൈൻ വരുന്ന ആ ഒരു വർക്കാണ്. അത് കൂടാതെ നിറയെ ക്രോസ് ലൈൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്നു നിൽക്കുന്നത് ഇവിടെ ഒരു ഹാളിലാണ്. നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ ആയിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. നേരെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനോ റീഡിംഗ് പർപ്പസിനോ ഒക്കെ ആയിട്ട് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിളും മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലുള്ള കബോർഡുകളൊക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഹാളിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ ആവശ്യത്തിന് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നപ്പോൾ നമ്മുടെ മുകളിൽ തന്നെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ബോൾ ഷേപ്പിലുള്ള ഭംഗിയുള്ള ലൈറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിന്ന സമയത്ത് സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വന്നത്. ഈ ഒരു ഹാളിലേക്കുള്ള എയർ സർക്കുലേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ വിൻഡോസും ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു സൈഡ് ബാൽക്കണി കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ കാണിച്ചപ്പോൾ തന്നെ വീടിന്റെ സൈഡിലുള്ള ഈ ഒരു ബാൽക്കണി നിങ്ങളെ കാണിച്ചിരുന്നു. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കാറ്റാണ്. ഇവിടെ എല്ലാം ഓപ്പൺ സ്പേസ് ആണ്. ഫ്യൂച്ചറിൽ ഇനി നമുക്ക് ഇവിടെ വീടുകൾ പ്രതീക്ഷിക്കാം, എങ്കിൽ പോലും നല്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ യൂട്ടിലിറ്റിയിലേക്കുള്ള ഡോർ വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ നിങ്ങൾ കണ്ടിരുന്നു. ബെഡ്റൂമിന്റെ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് തന്നെ സേഫ് ആയിട്ടുള്ള റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റ്, വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പ് എല്ലാം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു. നമുക്കിനി ഇവിടെ 2 ബെഡ്റൂമുകളും കൂടെയാണ് കാണാനുള്ളത്. ടോട്ടൽ ഇതൊരു 3 BHK ഹൗസ് ആണ്. നമ്മളിപ്പോ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഒരു സിംഗിൾ വിൻഡോ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് വലിയൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടിയിട്ടത് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിറർ പിടിപ്പിക്കാനുള്ള വർക്കും കൂടിയാണ് പെയിന്റിംഗ് ഉള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ കളറിലുള്ള ഷെയ്ഡാണ് ബാത്റൂമിലുള്ള ടൈലുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതരയുടെയാണ് ഫിറ്റിംഗ്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ഒരു ജാളി വർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ തന്നെ ഈ ഒരു വർക്ക് നമ്മൾ കണ്ടതാണ്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. നമുക്കിത് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മൂന്നാമത്തെ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 14-10 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്.
നേരെ നോക്കുമ്പോൾ നമുക്ക് അവിടെ വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ കാണുന്ന വോളിന് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. മിറർ വെക്കാനുള്ള ആ ഒരു വർക്കുകൾ മാത്രമേ ഉള്ളൂ. താഴെയൊക്കെ ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മെയിൻ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നേരത്തെ കണ്ട അതേ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മറ്റു 2 ബാത്റൂമുകളിലെയും പോലെ തന്നെ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെയും ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. HMT ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ്. 3 കിലോമീറ്റർ ആണ് വരുന്നത്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. 30ഓളം വില്ലകൾ സ്ഥിതി ചെയ്യുന്ന, അതിനകത്ത് ഏകദേശം 10ഓളം വില്ലകൾ പണി കഴിഞ്ഞു. ചിലതൊക്കെ ആളുകളും എല്ലാം സെയിലായി. താമസിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു എഗ്രിമെന്റ് പീരീഡിലൊക്കെയാണ് പല വില്ലകളും ഇവിടെ ഉള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വൈഡ് ഏരിയയിൽ നല്ല കാറ്റ് വെളിച്ചമൊക്കെയുള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഏരിയയിലാണ് ഈ കാണുന്ന വില്ലകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വില്ലയുടെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.3 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3,300 സെന്റ് ആണ് വരുന്നത്. 3 സെന്റും 300 ലിങ്സും 1600 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമിന്റെ വീടാണ്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്, പാഷ്യൂ ഏരിയ കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളം ഓപ്ഷൻ ആയിട്ട് എടുക്കാം. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്ത് സൗകര്യങ്ങളാണ് ഇല്ലാത്തതെന്ന് മാത്രം ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിലുമാണ് ഈ ഒരു വീട് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓണർ ചോദിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. 75 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്ത് ലോൺ എടുത്ത് തരുന്നതാണ്. 75 ലക്ഷം എന്നുള്ളതിന്റെ പ്രൈസ് ഓണർ ചോദിക്കുന്നതാണ്. മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ സഹായത്തോടെ ഓണറുമായി നേരിട്ടിരുന്ന് സംസാരിച്ച് നല്ലൊരു റേറ്റിൽ ഈ വീട് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.